പോസ്റ്റ് വന്നിരിക്കുന്നത് ആ സ്വാതിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. അവളെന്തിനാ അങ്ങനെ ചെയ്തെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ ദ്രോഹിക്കാൻ അല്ലാണ്ടെന്തിനാ? നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഞങ്ങളുടനെ വിവാഹിതരാവും എന്നാണല്ലോ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്ത ശരിയല്ലെന്ന് പറഞ്ഞ് നീ ഒരു മറു പോസ്റ്റ് ഇട്ടാ മതി. അതെ, അതോടെ ആ പ്രശ്നം തീരും. അങ്ങനെ ചെയ്താ അത് വേദയ്ക്കൊരു ഇൻസൾട്ട് ആവുമോ? വേദ നിന്റെ കാമുകയല്ലേ? കാമുകനായ നിന്നെ അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ മനസ്സിലാവുക? ഈ നേരത്തെ കല്യാണം വലിയൊരു വാർത്തയാകാതിരിക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നീൽ, നീ ധൈര്യമായിട്ടിരിക്കും, ഒരു പ്രശ്നം വരില്ല. എന്നാ പിന്നെ അങ്ങനെ ചെയ്താലോ? ചെയ്യാന്നല്ല, ചെയ്യണം. എന്നിട്ട് ആ സ്വാതിയെ വിളിച്ച് ഇനി ഉപദ്രവിക്കരുതെന്ന് താക്കീതും ചെയ്യണം. ഹേ, ഇപ്പം അതിനൊന്നും പോണ്ട. ഒരു മറുപോസ്റ്റ് ഇട്ടിട്ട് മിണ്ടാതിരുന്നാൽ മതി. നമുക്കിപ്പോൾ പ്രധാനം സിനിമയാണ്. അത് കഴിയുന്നതുവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവാൻ പാടില്ല, ഇനി എന്തിൻ്റെ പേരിലായാലും. അതെ, എനിക്കൊരു കാരണവശാലും ആ സിനിമ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോ ഗിരിയുടെ ഫോണിൽ വിളിച്ച ആളെ കിട്ടും. കിട്ടും. അതുകൊണ്ടാണല്ലോ നീ വിളിച്ചപ്പോൾ എല്ലാം മറന്ന് ഞാൻ ഇറങ്ങി വന്നത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഇപ്പം എന്തിനാ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? അത് ഞാനിട്ടതല്ല. നിന്റെ സമ്മതമില്ലാതെ സ്വാതി ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണ്ട. അല്ലെങ്കിലും ഇപ്പോ നീലിന് എന്നെക്കാളും വിശ്വാസം മറ്റു പലതും ആണല്ലോ. ഞാൻ തർക്കിക്കാനല്ല വന്നത്. ഞാൻ തർക്കിക്കാനാ വന്നത്. എനിക്ക് എക്സ്പ്ലനേഷൻ വേണം. എന്തുകൊണ്ട് ആ വിവാഹ വാർത്ത നീൽ നിഷേധിച്ചതെന്ന് എനിക്കറിയണം. അത് സത്യമല്ലാത്തതുകൊണ്ട്. അപ്പോ ഞാനുമായിട്ട് വിവാഹം കഴിക്കില്ലെന്നാണോ നീൽ പറയുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞത്. കഴിക്കാം, പക്ഷേ ഇപ്പോഴല്ല, കാത്തിരിക്കണം. എത്ര കാലം? എന്തായാലും 1 വർഷം. ശരി, എങ്കിൽ നീലിട്ട് ആ പോസ്റ്റ് പിൻവലിക്കണം. എന്നിട്ട് 1 വർഷത്തിന് ശേഷം മാത്രമേ വിവാഹം നടക്കൂന്നിരണം. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടം സത്യമായിരുന്നു എന്ന് എനിക്കെങ്കിലും തോന്നാൻ. നീൽ വിവാഹ വാർത്ത നിഷേധിച്ചുകൊണ്ട് ആ പോസ്റ്റ് ഇട്ടപ്പോ തകർന്നത് ഇത്രയും കാലം ഞാൻ നീലിന് തന്ന സ്നേഹമാണ്.